ഹായ് ഗൈസ്, ഇന്നത്തെ പുതിയ പിള്ളേർ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ഉണക്കച്ചെമ്മീനാണിത്. അപ്പൊ ഇതേ തല കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മളുടെ ഗുരുവായൂരുകാരുണ്ടാക്കുന്ന ഒരു കറിയുണ്ട്, ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട്. അപ്പൊ അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെ ചിച്ചന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവൻ അയാൻഷ്, അവളുടെ പേര് തൂത്ത, ഇവള് ഈജിപ്ഷ്യൻ കുട്ടിയാണ് കേട്ടോ. ഹായ് പറ. ഇത് അയാൻഷ്, അവര് വെസ്റ്റ് ബംഗാളാണ്, കൽക്കട്ട ഭാഗത്താട്ടോ. ഓക്കെ, ഇത് ചുച്ചു ബേബി. ഓക്കെ, അപ്പൊ ഉണക്കച്ചെമ്മീന്റെ തലയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാന്ന് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അയ്യോ, അപ്പൊ ഗൈസ്, ഇത് ഉണക്കച്ചെമ്മീന്റെ തല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ദേ അതിന്റെ നമ്മൾ കറി വെക്കേണ്ട പാർട്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി നാളികേര ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇത് കളയുന്നില്ല കേട്ടോ. ഓക്കെ. ഉണക്കച്ചെമ്മീന് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാലേ മണ്ണുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വറുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കഴുകിയെടുക്കാം കേട്ടോ. ഓക്കെ. ഗൈസ്, ചെമ്മീൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ. ഇത് നാളികേരവും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെ കറി വെക്കണമെന്ന് നോക്കാം കേട്ടോ. ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം ഈ അരച്ച് വെച്ചത് ഒഴിക്കാം കേട്ടോ. ഓക്കെ, അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടയ്ക്കാം കേട്ടോ. ഇതെൻ്റെ ഒരു അമ്മ വയ്ക്കുന്ന സ്റ്റൈലാണ് കേട്ടോ. തക്കാളിക്ക് കൈ കൊണ്ട് വയ്ക്കുമ്പോൾ നീ കൈപ്പണ്ണി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാം. അപ്പം കൈ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ഇടുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് കുക്കാണ് വരെ വെയിറ്റ് ചെയ്യാം. തക്കാളിയുടെ പുളി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് പുളിവെള്ളം വേണമെങ്കിൽ ആഡ് ആക്കാം കേട്ടോ. എനിക്ക് പുളി കുറച്ച് ഇഷ്ടമാണ്, അപ്പം ഞാൻ കുറച്ച് പുളിവെള്ളം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, തക്കാളിയുടെ പുളി മാത്രമല്ലാതെ കറി നമുക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, പൊടി കറിക്കിട്ടാ ഉള്ളി വേണ്ട. ഓക്കെ,
നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഈ ഒരു കറിയുടെ റെസിപ്പി ആരും പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.